നല്ല വചനം പേജിലൂടെ പുതിയ നിയമത്തിലെ പേജുകളിൽ നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ചില വചനഭാഗങ്ങളിൽ കൂടിയുള്ള പഠനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡ് ഇപ്പോൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്തി 11 അധ്യായത്തിന്റെ 3 വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊരിന്തിലെ വിശ്വാസിയോട് അപ്പോസ്തലൻ പറയാം, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇവിടെ അപ്പോസ്തലൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണെന്നും, അല്ലെങ്കിൽ പിന്നെ അപ്പോസ്തലൻ എന്തിനു ഭയപ്പെടണം എന്നുമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നത്. ഹൃദയം വഷളായി പോകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് ഭയപ്പെടുന്നത്. ഇതിന്റെ മറുപടി ഞാൻ പറയാം. ഈ കൊരിന്തിലെ വിശ്വാസികൾ നരകത്തിൽ പോകും എന്നുള്ള ഭയമല്ല പൗലോസിനുള്ളത്. നരകത്തിൽ പോകുമെന്നുള്ള ഭയം ഇല്ലാത്തതുകൊണ്ടാണ് ദുർനടപ്പുകാരനായി ആ സഭയിൽ ഉണ്ടായിരുന്ന മനുഷ്യനെ സംബന്ധിച്ചും അവന്റെ ആത്മാവിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാവരും സ്വർഗരാജ്യം അവകാശമാക്കും, രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്, സ്വർഗത്തിന് അവകാശികളാണ് എന്നുള്ളത് തീർത്തു പറയുന്ന ഭാഗമാണ് 1 കൊരിന്തി 1 അധ്യായത്തിന്റെ 7 വാക്യം. അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. അപ്പൊ വാസ്തവത്തില് ഒരു വിശ്വാസിയുടെ ആത്മരക്ഷ നഷ്ടമാക്കുക എന്നുള്ളതല്ല സാത്താന്റെ തന്ത്രം, മറിച്ച് അവരുടെ ജീവിതം താറുമാറാക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്കുള്ള ലക്ഷ്യബോധത്തിൽ നിന്ന്, ഉദ്ദേശശുദ്ധിയിൽ നിന്ന്, ജീവിതത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് അവനെ അകറ്റിക്കളയുവാൻ, തകർത്തു കളയുവാൻ പിശാച് പല തന്ത്രങ്ങളും മെനയാറുണ്ട്. മാനസികമായ സംഘർഷങ്ങൾ, ഭൗതിക നഷ്ടങ്ങൾ, പൈശാചികമായ മറ്റ് അറ്റാക്കുകൾ, ഇതൊക്കെ ചെയ്ത് ആളുകളെ തകർത്തു കളയുക എന്നുള്ളതാണ് പിശാച് സാധാരണയായി ചെയ്യുന്നത്. വാസ്തവത്തില് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ജീവിതം താറുമാറാക്കുകയും ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ അപ്പോസ്തലൻ പറയാണ്, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ചർച്ച് ഇപ്പോഴേ അയക്കുന്ന ഒരു എക്സ്പോസ് സ്റ്റേറ്റിലാണ്. ഒരു പതിവ്രതയായിരിക്കുന്ന പെൺകുട്ടി അവളുടെ പ്രതിശ്രുത വരന് വേണ്ടി തന്നെ ഒരുക്കി കാത്തിരിക്കുന്ന പോലെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഒരുക്കി സൂക്ഷിക്കപ്പെടുന്ന മണവാട്ടിയാണ് ദൈവത്തിന്റെ സഭ. ആ സഭയെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും അകറ്റിയിട്ട് അവരെ തകർത്തു കളയാനായിട്ട് പൈശാചികമായ മാർഗങ്ങളിലൂടെ പിശാച് ശ്രമിക്കുന്നു. ജീവിതം തകരാറിലാക്കിയാൽ ആ ലക്ഷ്യത്തിൽ നിന്ന് തകരാറിലാക്കാൻ കഴിയും എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പല ആളുകളുടെയും ജീവിതത്തെ ദുർമാർഗങ്ങളിലും മറ്റും അകപ്പെടുത്തിയിട്ട് ആ നിലയിൽ പിശാച് പ്രവർത്തിക്കുന്നത്. സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്കുകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നാസീർ വ്രതസ്ഥന്റെ വ്രത ലക്ഷ്യത്തിൽ നിന്ന് അവനെ അകറ്റിക്കളഞ്ഞിട്ട് അവനെ ദൈവത്തിന് പ്രയോജനമില്ലാത്തവനാക്കി അവനെ മാറ്റുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പാതിവൃത്യ ഭംഗം എന്ന് വാസ്തവത്തിൽ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അത് വന്നതിനാൽ ദൈവത്തിന്റെ അകൽച്ച അറിയേണ്ടതിനായി ഇസ്രായേലിന് വന്നു. അതായത് ദൈവം ഇസ്രായേലിൽ നിന്ന് അകന്നു പോകുന്നതായി ഇസ്രായേലിന് മനസ്സിലാക്കി. കാര്യം അവരുടെ പാതിവൃത്യ ഭംഗം കർത്താവ് മനസ്സിലാക്കി. അതുപോലെ പുതിയ നിയമ വിശ്വാസികൾക്കും
സാന്നിധ്യ സുഖം നഷ്ടമാകുകയും ജീവിത രക്ഷ ഇല്ലാതെയാകുകയും ചെയ്യും. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവമാണ്. വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യ സുഖം വിശ്വാസികൾക്ക് ഇല്ലാതെയാകുമ്പോൾ അത് വളരെ പ്രയാസമാകും. അതിനുവേണ്ടി അപ്പോസ്തലൻ ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്നതായി പറയുന്നു. അതായത് 2 കൊരിന്ത്യർ 12:15 അവരുടെ ജീവന് വേണ്ടി അപ്പോസ്തലൻ ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്നല്ല, അവരുടെ ജീവന് വേണ്ടി, അതായത് ജീവ രക്ഷയ്ക്ക് വേണ്ടി. ജീവൻ എന്ന് തർജ്ജമ ചെയ്യുന്നത് പ്രാണൻ അഥവാ ദേഹി എന്ന അർത്ഥത്തിലാണ്. ആകയാൽ ദേഹിരക്ഷ അഥവാ ജീവിതരക്ഷയാണ് ഇവിടുത്തെയും പ്രമേയം, അല്ലാതെ ആത്മരക്ഷ അല്ല എന്നുള്ളത് എത്രയും വ്യക്തമായി ഒരു വേദ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു.